ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള ബേപ്പൂർ ഹാർബറിലാണ്. ബേപ്പൂർ ഹാർബറിൽ മീൻ ലേലത്തിന് പോയതാണ്. നമ്മൾ മീൻ ലേലത്തിന് പോയപ്പോൾ മീൻ ഇറക്കാൻ വേണ്ടി ഏകദേശം വെളുപ്പിന് 4 മണിയാവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഫുഡിനായിട്ടുള്ള മീൻ എടുക്കാൻ വേണ്ടി നമ്മൾ ബോട്ടിൻ്റെ സ്റ്റോറേജിൽ ഇറങ്ങാണ്. ബോട്ടിൻ്റെ സ്റ്റോറേജ് മറ്റുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എത്തിക്കാൻ പോകുന്നത്. ഏകദേശം നല്ല വലിയ ബോട്ടായതുകൊണ്ട് തന്നെ സ്റ്റോറേജും നല്ല വലിയതായിട്ടുള്ള സ്റ്റോറേജാണ് ഇതിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കള്ളികളുണ്ട്. കള്ളികളിൽ പലതരത്തിലുള്ള മീനുകളാണുള്ളത്. ഓരോ കള്ളികളിലും പലതരത്തിലുള്ള മീനുകൾ ഐസ് അടുക്കി വെച്ചിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരണക്കോര, അതുപോലെ തന്നെ വീപ്പ, മാക്രി എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള മീനുകളുണ്ട്. പൊടിക്കാൻ പോകാനാണ് മിക്സ് ആയിട്ടുള്ള മീൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുതിയാപ്പിളക്കോരുണ്ട്. പലതരത്തിലുള്ള പല മോഡൽ മീനുകളുണ്ട്. അതുപോലെ തന്നെ ഐസ് സ്റ്റോറേജ് ആണിത്. ഇതിനുള്ളിൽ ഇറങ്ങിയാൽ തന്നെ ബമ്പ കൂളിങ്ങാണ് വെച്ചാൽ. അതുപോലെ തന്നെ വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ള പുറത്തേക്ക് പോകുന്ന ബോട്ടിലാണ്. പുറത്തേക്ക് പോകുന്ന ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന 2 ദിവസം 3 ദിവസം ഒരു വല വലിക്കുന്ന മീനുകൾ പിടിച്ചതിന് ശേഷം അവർ ഐസിട്ട് വെച്ചതിന് ശേഷമാണ് ഹാർബറിൽ വന്നിട്ട് വിൽക്കാറുള്ളത്. ഹാർബറിൽ കയറുമ്പോൾ വിൽക്കാറുള്ളത്. അപ്പോൾ പുതിയ മീനുകളും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് മീനുകളാണ് ഇതിൽ ഐസിട്ട് അടുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പലതരത്തിലുള്ള മീനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3, 4 AC ഒക്കെ വെച്ചിട്ടുള്ള റൂമിൽ കയറിയാൽ എങ്ങനെ ആ ഒരു ഫീലിംഗ്, അതുപോലുള്ള ഫീലിംഗാണ് വെച്ചാൽ മതി ഇതിനുള്ളിൽ. അത്രയും തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. കോഴിക്കോട് പോകണം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇതിന് ഫ്രൈ ആക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഫ്രൈ ആക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക. നിങ്ങളുടെ അടുത്തുള്ള തട്ടുകളിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഹാർബറിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാൻ നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാൻ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഹാർബർ വിശേഷങ്ങൾ, അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ ചാകര വിശേഷങ്ങളായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ വീഡിയോയിൽ ഗുഡ് ബൈ.